PSC ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യത്തെ ചോദ്യം, കേരള സർക്കാരിൻ്റെ 2020 സ്വാതി പുരസ്കാരം നേടിയത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി ഡോക്ടർ എൽ സുബ്രഹ്മണ്യം. 2021 സ്വാതി പുരസ്കാരം നേടിയ PR കുമാര കേരളവർമ്മ. അദ്ദേഹം കർണാടക സംഗീതജ്ഞനാണ്. രണ്ടാമത്തെ ചോദ്യം, പ്രശസ്ത തിരക്കഥാകൃത്തും സംവിധായകനുമായിരുന്ന സച്ചി 2020 ജൂൺ 18 അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ പേര് എന്താണ്? പ്രശസ്ത തിരക്കഥാകൃത്തും സംവിധായകനുമായിരുന്ന സച്ചി 2020 ജൂൺ 18 അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ പേര് എന്താണ്? ഉത്തരം ഓപ്ഷൻ ബി KR സച്ചിദാനന്ദൻ. മൂന്നാമത്തെ ചോദ്യം, കോട്ടയത്തെ KR നാരായൺ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സിൻ്റെ ചെയർമാനായി നിയമിതനായത് ആരാണ്? കോട്ടയത്തെ KR നാരായൺ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സിൻ്റെ ചെയർമാനായി നിയമിതനായത് ആരാണ്? ഉത്തരം ശ്രീ സയ്യിദ് അക്തർ മിർസ. നാലാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ച് ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ച് ഏത്? ഉത്തരം ഓപ്ഷൻ ഡി അഴീക്കൽ മുനയ്ക്കൽ ഡോൾഫിൻ ബീച്ച്. അഞ്ചാമത്തെ ചോദ്യം ക്യാൻസൽ ചെയ്തതാണ്. 2020 ന്യൂയോർക്ക് ഇന്ത്യ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? 2020 ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ഉത്തരം ഓപ്ഷൻ എ അചൽ മിശ്ര. ഏഴാമത്തെ ചോദ്യം, ദേശീയ യുവജന ദിനാഘോഷത്തിൻ്റെ ഭാഗമായി 2020 നാഷണൽ യൂത്ത് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചത് എവിടെയാണ്? ദേശീയ യുവജന ദിനാഘോഷത്തിൻ്റെ ഭാഗമായി 2020 നാഷണൽ യൂത്ത് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചത് എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ എ ലക്നൗ. എട്ടാമത്തെ ചോദ്യം, 2020 രാജ്യാന്തര യോഗ ദിനത്തിന് വേദിയായ സ്ഥലം ഏതാണ്? 2020 രാജ്യാന്തര യോഗ ദിനത്തിന് വേദിയായ സ്ഥലം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ലേ. ഒൻപതാമത്തെ ചോദ്യം, നാഷണൽ ബുക്ക് ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ 2020 ജനുവരിയിൽ വേൾഡ് ബുക്ക് ഫെയർ നടന്നത് എവിടെയാണ്? നാഷണൽ ബുക്ക് ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ 2020 ജനുവരിയിൽ വേൾഡ് ബുക്ക് ഫെയർ നടന്നത് എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ ബി ന്യൂഡൽഹി. പത്താമത്തെ ചോദ്യം, 2020 കോമൺവെൽത്ത് ചെറുകഥാ പുരസ്കാരം നേടിയ ഇന്ത്യൻ സാഹിത്യകാരി ആര്? 2020 കോമൺവെൽത്ത് ചെറുകഥാ പുരസ്കാരം നേടിയ ഇന്ത്യൻ സാഹിത്യകാരി ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി കൃതിക് പാണ്ഡെ. 11ാമത്തെ ചോദ്യം, ചുവടെ ചേർത്തിട്ടുള്ളവയിൽ ഇന്ത്യയേക്കാൾ വലിപ്പമുള്ള രാജ്യം ഏതാണ്? ചുവടെ ചേർത്തിട്ടുള്ളവയിൽ ഇന്ത്യയേക്കാൾ വലിപ്പമുള്ള രാജ്യം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ബ്രസീൽ. 12ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി ഏത്? ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി 8 ഡിഗ്രി 4 മിനിറ്റ് നോർത്ത് മുതൽ 37 ഡിഗ്രി 6 മിനിറ്റ് നോർത്ത്. 13ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏത്? ഉത്തരം ഓപ്ഷൻ ബി ഡക്കാൻ പീഠഭൂമി. 14ാമത്തെ ചോദ്യം, ഹിൽ സ്റ്റേഷനുകളുടെ രാജകുമാരി എന്നറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രം ഏതാണ്? ഹിൽ സ്റ്റേഷനുകളുടെ രാജകുമാരി എന്നറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രം ഏത്? ഉത്തരം ഓപ്ഷൻ ബി കൊടൈക്കനാൽ. 15ാമത്തെ ചോദ്യം, ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി ഏതാണ്? ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി ഏത്? ഉത്തരം ഓപ്ഷൻ സി നർമ്മദ. 16ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എയർപോർട്ടായ ലേ ഏത് നദിക്കരയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എയർപോർട്ടായ ലേ ഏത് നദിക്കരയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഓപ്ഷൻ സി സിന്ധു നദി. 17ാമത്തെ ചോദ്യം, മൺസൂൺ എന്ന വാക്ക് ഏതു ഭാഷയിൽ നിന്ന് എടുത്തതാണ്? മൺസൂൺ എന്ന വാക്ക് ഏതു ഭാഷയിൽ നിന്ന് എടുത്തതാണ്? ഉത്തരം ഓപ്ഷൻ എ അറബി. 18ാമത്തെ ചോദ്യം, കാൽബൈശാഖി എന്നത് എന്താണ്? കാൽബൈശാഖി എന്നത് ഉത്തരം ഓപ്ഷൻ എ കാറ്റാണ്. 19ാമത്തെ ചോദ്യം, അസമിലെ കാസിരംഗ ദേശീയോദ്യാനം ഏത് മൃഗത്തിന് പ്രസിദ്ധമാണ്? അസമിലെ കാസിരംഗ ദേശീയോദ്യാനം ഏത് മൃഗത്തിന് പ്രസിദ്ധമാണ്? ഉത്തരം ഓപ്ഷൻ ബി ഒറ്റക്കൊമ്പൻ കണ്ടാമൃഗം. 20ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള ദേശീയോദ്യാനം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള ദേശീയോദ്യാനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി കാഞ്ചൻജംഗ ദേശീയോദ്യാനം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനമാണ് ഹെമിസ് ദേശീയോദ്യാനം. അത് ലഡാക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്.
21-ാമത് ചോദ്യം, യൂറോപ്പിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള നാവികമാർഗം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയിൽ എത്തിയ പോർച്ചുഗീസ് നാവികൻ ആരാണ്? യൂറോപ്പിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള നാവികമാർഗം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയിൽ എത്തിയ പോർച്ചുഗീസ് നാവികൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ സി, വാസ്കോ ഡ ഗാമ. 22-ാമത് ചോദ്യം, ഝാൻസി റാണി വീരമൃത്യു വരിച്ച വർഷം ഏതാണ്? ഝാൻസി റാണി വീരമരിച്ച വർഷം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ, 1858. 23-ാമത് ചോദ്യം, ഗവർണർ ജനറലിന്റെ കാലത്താണ് ബനാറസ് ഉടമ്പടി ഒപ്പുവെച്ചത്? ഏത് ഗവർണർ ജനറലിന്റെ കാലത്താണ് ബനാറസ് ഉടമ്പടി ഒപ്പുവെച്ചത്? ഉത്തരം ഓപ്ഷൻ എ, വാറൻ ഹേസ്റ്റിങ്സ്. 24-ാമത് ചോദ്യം, ഇന്ത്യയുടെ മതസാമൂഹിക പരിഷ്കരണ രംഗത്ത് ഏറ്റവും കൂടുതൽ സംഭാവന അർപ്പിച്ച പ്രസ്ഥാനം ഏതാണ്? ഇന്ത്യയുടെ മതസാമൂഹിക പരിഷ്കരണ രംഗത്ത് ഏറ്റവും കൂടുതൽ സംഭാവന അർപ്പിച്ച പ്രസ്ഥാനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, ബ്രഹ്മസമാജം. 25-ാമത് ചോദ്യം, ഏത് വർഷമാണ് ആത്മീയ സഭ രൂപീകരിച്ചത്? ഏത് വർഷമാണ് ആത്മീയ സഭ രൂപീകരിച്ചത്? ഉത്തരം ഓപ്ഷൻ ബി, 1815. രാജാറാം മോഹൻ റോയിയാണ് ആത്മീയ സഭ രൂപീകരിച്ചത്. 26-ാമത് ചോദ്യം, പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? ഉത്തരം ഓപ്ഷൻ എ, ജവഹർലാൽ നെഹ്റു. 27-ാമത് ചോദ്യം, പയ്യന്നൂരിൽ നടന്ന 4-ാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരാണ്? പയ്യന്നൂരിൽ നടന്ന 4-ാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരാണ്? ഉത്തരം ഓപ്ഷൻ എ, ജവഹർലാൽ നെഹ്റു. 28-ാമത് ചോദ്യം, ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം ഏതാണ്? ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം ഏത്? ഉത്തരം ഓപ്ഷൻ സി, ചമ്പാരൻ സത്യാഗ്രഹം. 1917 ഏപ്രിൽ 10-നാണ് ചമ്പാരൻ സത്യാഗ്രഹം നടന്നത്. 29-ാമത് ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ആരാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ആര്? ഉത്തരം ഓപ്ഷൻ സി, ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. 30-ാമത് ചോദ്യം, ഒരു സംസ്ഥാനത്തെ ഗവർണർ ആയതിനു ശേഷം പ്രസിഡന്റായ ആദ്യ വ്യക്തി ആരാണ്? ഒരു സംസ്ഥാനത്തെ ഗവർണർ ആയതിനു ശേഷം പ്രസിഡന്റായ ആദ്യ വ്യക്തി ആര്? ഉത്തരം ഓപ്ഷൻ സി, ഡോക്ടർ സക്കീർ ഹുസൈൻ. 31-ാമത് ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ 3-ാം ഭാഗത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് എന്ത്? ഇന്ത്യൻ ഭരണഘടനയുടെ 3-ാം ഭാഗത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് എന്താണ്? ഉത്തരം ഓപ്ഷൻ എ, മൗലികാവകാശങ്ങൾ. 32-ാമത് ചോദ്യം, മൗലികാവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയുടെ ഏത് ഭാഗവും ഭേദഗതി ചെയ്യുവാൻ പാർലമെന്റിന് അധികാരമുണ്ടെന്ന് വ്യവസ്ഥ ചെയ്ത ഭേദഗതി ഏതാണ്? മൗലികാവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയുടെ ഏത് ഭാഗവും ഭേദഗതി ചെയ്യുവാൻ പാർലമെന്റിന് അധികാരമുണ്ടെന്ന് വ്യവസ്ഥ ചെയ്ത ഭേദഗതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, 24-ാം ഭേദഗതി. 33-ാമത് ചോദ്യം, സമ്പാദിക്കാനും സംരക്ഷിക്കാനുമുള്ള മൗലികാവകാശത്തെ നിയമാവകാശമായി മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? സ്വത്ത് സമ്പാദിക്കാനും സംരക്ഷിക്കാനുമുള്ള മൗലികാവകാശത്തെ നിയമാവകാശമായി മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ, 44-ാം ഭേദഗതി. 34-ാമത് ചോദ്യം, പൊതുനിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പാക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? പൊതുനിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പു നൽകുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, അനുച്ഛേദം 16. 35-ാമത് ചോദ്യം, അടിയന്തരാവസ്ഥ കാലത്ത് മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ്? അടിയന്തരാവസ്ഥ കാലത്ത് മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ്? ഉത്തരം ഓപ്ഷൻ ബി, 359. 36-ാമത് ചോദ്യം, ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം ഏത്? ഉത്തരം ഓപ്ഷൻ ബി, 1993. 37-ാമത്തെ ചോദ്യം, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആരാണ്? സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി, ഗവർണർ. 38-ാമത് ചോദ്യം, താഴെ പറയുന്നവയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ എക്സ് ഒഫീഷ്യോ മെമ്പർ അല്ലാത്തത് ആര്? താഴെ പറയുന്നവയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ എക്സ് ഒഫീഷ്യോ മെമ്പർ അല്ലാത്തത് ആരാണ്? 7 അംഗങ്ങളാണ് എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് എന്ന് പറയുന്നത്. 1 ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ, 2 ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർപേഴ്സൺ, 3 ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർപേഴ്സൺ, 4 ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർപേഴ്സൺ, 5 ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ ചെയർപേഴ്സൺ,
6 ദേശീയ ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ. 7 ചീഫ് കമ്മീഷൻ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി. ഈ 7 അംഗങ്ങളുമാണ് എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് എന്ന് പറയുന്നത്. ഉത്തരം ഓപ്ഷൻ എ. കേന്ദ്ര നിയമകാര്യ വകുപ്പ് മന്ത്രി എക്സ് ഒഫീഷ്യോ മെമ്പർ അല്ല. 39ാമത് ചോദ്യം. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി. മുഖ്യമന്ത്രി. 40ാമത്തെ ചോദ്യം. ദേശീയ വനിതാ കമ്മീഷനിലെ ആദ്യ പുരുഷ അംഗം ആരാണ്? ദേശീയ വനിതാ കമ്മീഷനിലെ ആദ്യ പുരുഷ അംഗം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി. അലോക് റവാത്ത്. 41ാമത്തെ ചോദ്യം. കേരളത്തിലെ വടക്കേ അറ്റത്തുള്ള പഞ്ചായത്ത് ഏതാണ്? കേരളത്തിലെ വടക്കേ അറ്റത്തുള്ള പഞ്ചായത്ത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ. മഞ്ചേശ്വരം, കാസർഗോഡ് ജില്ലയിലാണ്. 42ാമത്തെ ചോദ്യം. ഇന്ത്യയുടെ ആകെ വിസ്തീർണത്തിന്റെ എത്ര ശതമാനമാണ് കേരളം? ഇന്ത്യയുടെ ആകെ വിസ്തീർണത്തിന്റെ എത്ര ശതമാനമാണ് കേരളം? ഉത്തരം ഓപ്ഷൻ ബി. 1.18. 43ാമത് ചോദ്യം. കേരളത്തിൽ കളിമൺ നിക്ഷേപം കൂടുതലുള്ള പ്രദേശം ഏതാണ്? കേരളത്തിൽ കളിമൺ നിക്ഷേപം കൂടുതലുള്ള പ്രദേശം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി. കുണ്ടറ. 44ാമത്തെ ചോദ്യം. മണ്ണിനെ കുറിച്ചുള്ള പഠനം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? മണ്ണിനെ കുറിച്ചുള്ള പഠനം ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം ഓപ്ഷൻ എ. പെഡോളജി. 45ാമത്തെ ചോദ്യം. വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ പ്രധാനമായും കാണപ്പെടുന്ന കേരളത്തിലെ ദേശീയോദ്യാനം ഏതാണ്? വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ പ്രധാനമായും കാണപ്പെടുന്ന കേരളത്തിലെ ദേശീയോദ്യാനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി. സൈലന്റ് വാലി. 46ാമത്തെ ചോദ്യം. തനിമ, കൃതിക എന്നീ പദ്ധതികൾ ഏത് മേഖലയുമായി ബന്ധപ്പെട്ട കേരള സർക്കാർ നടപ്പാക്കുന്നത്? തനിമ, കൃതിക എന്നീ പദ്ധതികൾ ഏത് മേഖലയുമായി ബന്ധപ്പെട്ട കേരള സർക്കാർ നടപ്പാക്കുന്നവയാണ്? ഉത്തരം ഓപ്ഷൻ ബി. കൈത്തറി. 47ാമത്തെ ചോദ്യം. ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രൊജക്റ്റ് ഏതാണ്? ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രൊജക്റ്റ്. ഉത്തരം ഓപ്ഷൻ സി. നീണ്ടകര. 48ാമത്തെ ചോദ്യം. KSEBയുടെ ഏറ്റവും വലിയ ഡീസൽ പവർ പ്ലാന്റ് ഏതാണ്? KSEBയുടെ ഏറ്റവും വലിയ ഡീസൽ പവർ പ്ലാന്റ് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി. ബ്രഹ്മപുരം. 49ാമത് ചോദ്യം. കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കൂടുതലുള്ള സ്ഥലം ഏതാണ്? കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കൂടുതലുള്ള സ്ഥലം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ. നിലമ്പൂർ. 50ാമത് ചോദ്യം. കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത 183 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി. ഡിണ്ടിഗൽ, കൊല്ലം. 51ാമത് ചോദ്യം. കേരളത്തിലെ വിവേകാനന്ദൻ എന്ന് അറിയപ്പെടുന്നത് ആരാണ്? കേരളത്തിലെ വിവേകാനന്ദൻ എന്ന് അറിയപ്പെടുന്നത് ആര്? ഉത്തരം ഓപ്ഷൻ ബി. ആഗമാനന്ദ സ്വാമി. 52ാമത് ചോദ്യം. 1114 കഥ എന്ന കൃതി രചിച്ചത് ആരാണ്? 1114 കഥ എന്ന കൃതി രചിച്ചത് ആര്? ഉത്തരം ഓപ്ഷൻ ബി. അക്കാമ ചെറിയാൻ. 53ാമത് ചോദ്യം. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആക്ടിംഗ് പ്രസിഡന്റായ ആദ്യത്തെ വനിത ആര്? തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആക്ടിംഗ് പ്രസിഡന്റായ ആദ്യത്തെ വനിത ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി. അക്കാമ ചെറിയാൻ. 54ാമത് ചോദ്യം. 1909 അയ്യങ്കാളി കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിച്ചത് എവിടെയാണ്? 1909 അയ്യങ്കാളി കേരളത്തിലെ ആദ്യത്തെ സമരം സംഘടിപ്പിച്ചത് എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ ഡി. വെങ്ങാനൂർ. 55ാമത്തെ ചോദ്യം. 1833 ശുചീന്ദ്രം രഥോത്സവത്തിന് അവർണരുമൊത്ത് തേരിന്റെ വടം പിടിച്ച് പ്രതിഷേധിച്ച നവോത്ഥാന നായകൻ ആരാണ്? 1833 ശുചീന്ദ്രം രഥോത്സവത്തിന് അവർണരുമൊത്ത് തേരിന്റെ വടം പിടിച്ച് പ്രതിഷേധിച്ച നവോത്ഥാന നായകൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി. വൈകുണ്ഠസ്വാമി. 56ാമത്തെ ചോദ്യം. എവിടെ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത്? എവിടെ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത്? ഉത്തരം ഓപ്ഷൻ ബി. തലശ്ശേരി. 57ാമത്തെ ചോദ്യം. ഒന്നാം പഴശ്ശി കലാപം അവസാനിച്ച വർഷം ഏത്? ഒന്നാം പഴശ്ശി കലാപം അവസാനിച്ച വർഷം ഏതാണ്?
ഉത്തരം ഓപ്ഷൻ സി 1797. 58ാമത് ചോദ്യം. കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതുമായി ബന്ധപ്പെട്ടുണ്ടായ കലാപം ഏതാണ്? കുരുമുളകിന്റെ വ്യവസായ കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതുമായി ബന്ധപ്പെട്ടുണ്ടായ കലാപം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി അഞ്ചുതെങ്ങ് കലാപം. 59ാമത് ചോദ്യം. ഏത് വിപ്ലവത്തിന് സാക്ഷ്യം മലയാണ് പുരളിമല? ഏത് വിപ്ലവത്തിന് സാക്ഷ്യം വഹിച്ച മലയാണ് പുരളിമല? ഉത്തരം ഓപ്ഷൻ ഡി പഴശ്ശി വിപ്ലവം. 60ാമത് ചോദ്യം. ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് AKG അറസ്റ്റ് വരിച്ച വർഷം ഏതാണ്? ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് AKG അറസ്റ്റ് വരിച്ച വർഷം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി 1930. 61ാമത്തെ ചോദ്യം. മനുഷ്യരിൽ രൂപം കൊള്ളുന്ന സ്ഥിരദന്തങ്ങളുടെ എണ്ണം എത്രയാണ്? മനുഷ്യരിൽ രൂപം കൊള്ളുന്ന സ്ഥിരദന്തങ്ങളുടെ എണ്ണം എത്ര? ഉത്തരം ഓപ്ഷൻ ബി 32. 2ാമത് ചോദ്യം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം ഏതാണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം ഏത്? ഉത്തരം ഓപ്ഷൻ സി ശ്വാസകോശം. 63ാമത് ചോദ്യം. മനുഷ്യ ശരീരത്തിൽ രക്തം കട്ട പിടിക്കുന്നതിനാവശ്യമായ വസ്തു നിർമ്മിക്കപ്പെടുന്നത് എവിടെയാണ്? മനുഷ്യ ശരീരത്തിൽ രക്തം കട്ട പിടിക്കുന്നതിനാവശ്യമായ വസ്തു നിർമ്മിക്കപ്പെടുന്നത് എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ സി കരൾ. 64ാമത് ചോദ്യം. ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏത്? ഉത്തരം ഓപ്ഷൻ എ മെഡുല്ല ഒബ്ലാങ്കാറ്റ. 65ാമത് ചോദ്യം. മദ്യം ബാധിക്കുന്ന തലച്ചോറിന്റെ ഭാഗം ഏത്? മദ്യം ബാധിക്കുന്ന തലച്ചോറിന്റെ ഭാഗം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി സെറിബെല്ലം. 66ാമത് ചോദ്യം. പേശികളെക്കുറിച്ചുള്ള പഠനം ഏതാണ്? പേശികളെക്കുറിച്ചുള്ള പഠനം ഏത്? ഉത്തരം ഓപ്ഷൻ ബി മയോളജി. 67ാമത് ചോദ്യം. പാകം ചെയ്താൽ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ ഏതാണ്? പാകം ചെയ്താൽ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ ഏത്? ഉത്തരം ഓപ്ഷൻ എ വിറ്റാമിൻ സി. 68ാമത് ചോദ്യം. ചുവട ചേർത്തിട്ടുള്ളവയിൽ വൈറ്റമിൻ എച്ച് എന്നറിയപ്പെടുന്നത് ഏതാണ്? ചുവട ചേർത്തിട്ടുള്ളവയിൽ വൈറ്റമിൻ എച്ച് എന്നറിയപ്പെടുന്നത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ബയോട്ടിൻ. 69ാമത് ചോദ്യം. സെഹത്ത് എന്ന ടെലിമെഡിസിൻ പദ്ധതിയുമായി സഹകരിച്ച ആദ്യ ആശുപത്രി ഏത്? സെഹത്ത് എന്ന ടെലിമെഡിസിൻ പദ്ധതിയുമായി സഹകരിച്ച ആദ്യ ആശുപത്രി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി അപ്പോളോ ഹോസ്പിറ്റൽ. 70ാമത്തെ ചോദ്യം. റച്ചൽ കേഴ്സൺ രചിച്ച സൈലന്റ് സ്പ്രിംഗ് എന്ന ഗ്രന്ഥത്തിലെ പ്രതിപാദ്യ വിഷയം എന്താണ്? റച്ചൽ കേഴ്സൺ രചിച്ച സൈലന്റ് സ്പ്രിംഗ് എന്ന ഗ്രന്ഥത്തിലെ പ്രതിപാദ്യ വിഷയം എന്താണ്? ഉത്തരം ഓപ്ഷൻ എ DDT. 71ാമത്തെ ചോദ്യം. ഒരു മൂലകത്തിന്റെ രാസപ്രവർത്തനത്തിൽ നിർണായക പങ്കുവഹിക്കുന്ന അറ്റോമിക കണികൾ ഏവ? ഒരു മൂലകത്തിന്റെ രാസപ്രവർത്തനത്തിൽ നിർണായക പങ്കുവഹിക്കുന്ന അറ്റോമിക കണികകൾ ഏവ? ഉത്തരം ഓപ്ഷൻ എ ഇലക്ട്രോൺ. 72ാമത്തെ ചോദ്യം. കലാമിൻ ഏത് ലോഹത്തിന്റെ അയിരാണ്? കലാമിൻ ഏത് ലോഹത്തിന്റെ അയിരാണ്? ഉത്തരം ഓപ്ഷൻ സി സിങ്ക്. സിങ്കിന്റെ മറ്റൊരു അയിരാണ് സിങ്ക് ബ്ലൻഡ്. 73ാമത്തെ ചോദ്യം. ഭാവിയിലെ ഇന്ധനം ഏത്? ഭാവിയിലെ ഇന്ധനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ഹൈഡ്രജൻ. 74ാമത്തെ ചോദ്യം. ബാത്തിങ് സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പൊട്ടാസ്യം സംയുക്തം ഏതാണ്? ബാത്തിങ് സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പൊട്ടാസ്യം സംയുക്തം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. 75ാമത്തെ ചോദ്യം. ലെസൈൻസ് പരീക്ഷണത്തിലൂടെ തിരിച്ചറിയുന്നതിന് സാധിക്കാത്ത മൂലകം ഏതാണ്? ലെസൈൻസ് പരീക്ഷണത്തിലൂടെ തിരിച്ചറിയുന്നതിന് സാധിക്കാത്ത മൂലകം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ഓക്സിജൻ. 76ാമത്തെ ചോദ്യം. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് ഡാഷ്. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് ഊർജം. 77ാമത്തെ ചോദ്യം. ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനമാറ്റം എന്താണ്? ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനമാറ്റമാണ് ഉത്തരം ഓപ്ഷൻ ബി ചലനം. 78ാമത്തെ ചോദ്യം. ദ്രവ്യത്തിന് എത്ര അവസ്ഥകളാണ് ഉള്ളത്? ദ്രവ്യത്തിന് എത്ര അവസ്ഥകളാണ് ഉള്ളത്? ഉത്തരം ഓപ്ഷൻ സി 7. ദ്രവ്യത്തിന് പ്രധാനമായും 7 അവസ്ഥകളാണ് ഉള്ളത്. ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ, ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, ഫെർമിയോൺ കണ്ടൻസേറ്റ്, ക്വാർക്ക് ഗുവാൺ പ്ലാസ്മ എന്നീ 7 പ്രധാനപ്പെട്ട അവസ്ഥകളാണ്. 79ാമത്തെ ചോദ്യം. ഒരു ന്യൂട്ടൺ എന്നത് എത്ര ഡൈനാണ്? ഒരു ന്യൂട്ടൺ എന്നത് ഉത്തരം ഓപ്ഷൻ ബി 10⁵5 ഡൈൻ. 80ാമത്തെ ചോദ്യം. സൗരയൂഥത്തിൽ നിന്ന് പുറത്തായ ഗ്രഹം ഏതാണ്? സൗരയൂഥത്തിൽ നിന്ന് പുറത്തായ ഗ്രഹം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി പ്ലൂട്ടോ.
ഈ വീഡിയോയിൽ 80 ചോദ്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ കമൻറ്റുകളും രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്.